children, let's start our class with a silent prayer. So, I hope all of you are doing great, and in this class we are going to deal with some problems based on the generalization half the length of chord the whole square is equal to radius square minus perpendicular distance from center to chord the whole square, which we have studied in the previous class. So let's move on to the first question. Let's discuss the first question. In a circle, a chord 1 cm away from the center is 6 cm long. What is the length of a chord 2 cm away from the center? So, all of you read the question once again. Using the things given in the question, try to draw a figure and then tell me how we can find it. Okay, let's start with a circle. So, in a circle, a chord 1 cm away from the center. അതായത് സർക്കിളിന്റെ സെന്ററിൽ നിന്നും 1 സെന്റിമീറ്റർ മാറി ഒരു കോഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ വരയ്ക്കുക? അത് ആദ്യം സെന്റർ നോട്ട് ചെയ്യുക, അതിനുശേഷം ഇങ്ങനൊരു കോഡ് വരയ്ക്കുക. ഈ വരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളെല്ലാം മാർക്ക് ചെയ്ത് പോവാം. സെന്ററിനെ O എന്നങ്ങ് വിളിച്ചേക്കുക, പിന്നെ കോഡ് AB എന്നങ്ങ് എടുക്കുക, പിന്നെ എന്താ തന്നിരിക്കുന്നത്? O ABനെ കട്ട് ചെയ്യുന്ന പോയിന്റിനെ P എന്ന് വിളിച്ചേക്കാം. ഇനി എ കോഡ് 1 സെന്റിമീറ്റർ അവേ ഫ്രം സെന്റർ. അപ്പോൾ എവിടെയാ 1 വരണ്ടേ? OP ആണ് 1. പിന്നെ ദ കോഡ് 1 സെന്റിമീറ്റർ അവേ ഫ്രം ദ സെന്റർ ഈസ് 6 സെന്റിമീറ്റർ ലോങ്. അപ്പോൾ ഈ 6 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താ? കോഡിന്റെ ലെങ്ത് ആണല്ലോ. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ കോഡ് 2 സെന്റിമീറ്റർ അവേ ഫ്രം ദ സെന്റർ? സെന്ററിൽ നിന്നും 2 സെന്റിമീറ്റർ അകലെ ഒരു കോഡ് വരയ്ക്കണം. അതിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ റഫ് സ്കെച്ച് ആയതുകൊണ്ട് കൃത്യം 1 സെന്റിമീറ്റർ മാറി വരയ്ക്കണമെന്നൊന്നുമില്ല. പക്ഷെ ഏകദേശം 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ കണ്ടാൽ പറയണം 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ അകലെയാണെന്ന്. അപ്പം അടുത്ത് എങ്ങനെ വരും? നമ്മൾ അടുത്ത കോഡ് വരച്ചു, വിച്ച് ഈസ് 2 സെന്റിമീറ്റർ എവേ. അപ്പോൾ ഇതാണ് നമ്മുടെ സെന്റർ എങ്കിൽ നമ്മുടെ ഏത് ലെങ്ത് ആയിരിക്കും 2 എന്ന് പറയുന്നത്? ഈ ലെങ്ത് ആയിരിക്കും 2 എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത കോഡിനെ CD എന്ന് വിളിച്ചേക്കാം. ഇത് സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന ആ പോയിന്റിനെ Q എന്ന് വിളിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് ഫിഗർ ആക്കാൻ പറ്റി. ഇനി നോക്കിയേ, ഇതിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? കറക്റ്റ്, CD കണ്ടുപിടിക്കണം. ഇനി എങ്ങനെ CD കണ്ടുപിടിക്കും? അതിനു മുൻപ് നമുക്ക് തന്നിരിക്കുന്ന എല്ലാം ഒന്ന് എഴുതിപ്പോ. സോ ഇൻ ദ ഫിഗർ O is the center of circle. അടുത്ത എന്ത് എഴുതാം? OP equal to 1 centimeter and length of the chord equal to 6 centimeter. ആ കോഡിന്റെ പേരെന്താ? AB. കറക്റ്റ് ആണ്. ഇനി ഞാൻ അടുത്ത് എഴുതിയിട്ടുണ്ട് AP equal to PB. അതെങ്ങനെ വന്നേ? AB നല്ലോണം നോക്കുക, എന്നിട്ട് പറയാം എങ്ങനെ AP equal to PB വന്നേ. അത് ഈ OP ആയിട്ട് കണക്ട് ചെയ്തേ. OP എങ്ങനെ വരച്ചിരിക്കുന്നത്? സെന്ററിൽ നിന്നും കോഡിലേക്ക് വരച്ച ലെങ്ത് ആണല്ലോ. എന്ത് തരത്തിലുള്ള ലെങ്ത് ആയത്? എന്ത് ഡിസ്റ്റൻസാ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാ ആണല്ലോ. ഇതും അങ്ങനെ തന്നെയാണല്ലോ. അതെ, ഓക്കെ. ഇനി അപ്പൊ OP എന്താ? ABക്ക് പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് എന്ത് പറയാം? അത് ABനെ ബൈസെക്ട് ചെയ്യും. എവിടുന്ന് കിട്ടി? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സർക്കിളിന്റെ സെന്ററിൽ നിന്നും കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്ട് ചെയ്യും. പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ അത് ഉപയോഗിച്ച് എന്ത് പറയാം നിങ്ങൾക്ക്? AP equal to PB എന്ന് പറയാം. ഇനി എത്രയാണെന്ന് കൂടെ പറഞ്ഞേ. കറക്റ്റ്, ABയുടെ ഹാഫ്. അതെത്രയാ? കറക്റ്റ്, 6/2. അപ്പം 3 സെന്റിമീറ്റർ. APയും PBയും കിട്ടിയല്ലോ, 3 സെന്റിമീറ്റർ കിട്ടി. അപ്പം ഇത് നമുക്കിപ്പം വരച്ച ഫിഗറിൽ നിന്ന് ഇതും കൂടെ നമുക്ക് കിട്ടി. അപ്പൊ ഇത്രയാണ് നമുക്ക് ഗീവൺ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി എന്താ പ്രൂവ് ചെയ്യണ്ടേ? അതിന്റെ റീസൺ എഴുതിയതാണ്. ആസ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട്സ് ദ കോഡ്. അപ്പൊ നിങ്ങൾ എന്തെഴുതിയാലും ബ്രാക്കറ്റിൽ സൈഡിൽ ബ്രാക്കറ്റിലായിട്ട് റീസൺ എഴുതിക്കോണം. നമുക്ക് കണ്ടുപിടിക്കേണ്ട CD ആണ്. അങ്ങനെയാണെങ്കിൽ CD എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞേ. ഇപ്പൊ നമ്മൾ OPയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് റിലേറ്റ് ചെയ്താൽ മതി. കറക്റ്റ്, OQ പെർപെൻഡിക്കുലർ ടു CD ആണ്. അതുകൊണ്ട് കറക്റ്റാ, CQ ഈക്വൽ ടു QD ആണ്. അതുകൊണ്ട്
സി ഡി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഒന്നുകിൽ സി ക്യു അല്ലെങ്കിൽ ക്യു ഡി കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ അവിടെ വരെ നമ്മൾ എത്തി. ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നോട് പറഞ്ഞു. ഇവിടെ വരെ എത്തി, കറക്റ്റ് ആണ്. ഓക്കെ, ഫിഗറിൽ ചെറിയൊരു മാറ്റം വരുത്തണം. എന്ത് മാറ്റം വരുത്തണ്ടേ? നമ്മൾ എല്ലാ കണക്കിലും ചെയ്ത പോലെ എന്ത് ചെയ്യണം? സെന്ററും കോഡ്സിന്റെ എൻസുമായിട്ട് ജോയിൻ ചെയ്യാം. ഇനി എങ്ങനെ സി ക്യു കണ്ടുപിടിക്കാന്ന് പറഞ്ഞേ? കറക്റ്റ് ആണ്. കൺസിഡർ ദ റൈറ്റ് ട്രയാങ്കിൾ സി ക്യു ഒ. കറക്റ്റ്. എന്നിട്ട് നമുക്ക് സി ക്യു എന്ന് പറഞ്ഞാൽ ആരായിട്ട് വരും? ഹൈറ്റ് ആയിട്ട് വരും അല്ലെ? അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് സി ക്യു കിട്ടും, അവിടുന്ന് സി ഡിയും കിട്ടും. അപ്പൊ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഈ റൈറ്റ് ട്രയാങ്കിൾ ആരെയൊക്കെ അറിയാം? സെന്റർ നമ്മൾ O എന്ന് വിളിച്ചായിരുന്നു കേട്ടോ. O ആണ് സെന്റർ. അപ്പം ക്യു ഒ അറിയാം, 2 സെന്റിമീറ്റർ ആണെന്നറിയാം. സി ക്യു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സി ഒയോ അതറിയാമോ? ഇല്ല, അത് ഇതുവരെ നമുക്ക് അറിയത്തില്ല. ഇനി സി ഒ എന്താ ഈ സർക്കിളിന്റെ? O സെന്റർ ആണ്, സി സർക്കിളിലെ പോയിന്റ് ആണ്. അപ്പൊ ഒ സി എന്തായിരിക്കും? റേഡിയസ് ഓഫ് ദ സർക്കിൾ ആയിരിക്കും. പക്ഷെ നമുക്ക് ഈ കേസിൽ അറിയത്തില്ല. ഇനി ഇത് കണ്ടുപിടിക്കാൻ വല്ല വഴിയുണ്ടോ? ഫിഗറിൽ തന്നെ നല്ലോണം നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണോ ഉള്ളത്? അല്ല, 2 എണ്ണം ഉണ്ടല്ലേ. അപ്പൊ രണ്ടാമത്തിലേക്ക് ഒന്ന് നോക്കിയേ. പേരെന്താ അതിന്റെ? ട്രയാങ്കിൾ ഒ എ പി. അതിനെന്തൊക്കെ അറിയാം? ഒ പി 1 സെന്റിമീറ്റർ, അത് കറക്റ്റ് ആണ്. പിന്നെ എ പിയോ 3 സെന്റിമീറ്റർ, കറക്റ്റ് ആണ്. ഒ എയോ അറിയത്തില്ല. അതെന്താ? ഒ എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് ഓഫ് ദ സർക്കിൾ, അല്ലെങ്കിൽ അത് ഹൈപ്പോട്ടന്യൂസ് ആണ് ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ. ഇനി നിങ്ങൾക്ക് ഒ എ കണ്ടുപിടിക്കാവോ? കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ നമുക്ക് അവിടുന്ന് തുടങ്ങാം. സോ കൺസിഡർ ദ റൈറ്റ് ട്രയാങ്കിൾ എ ഒ പി. വാട്ട് വി ഹാവ്? വി ഹാവ് ഒ പി ഈക്വൽ ടു കറക്റ്റ് 1 സെന്റിമീറ്റർ. അടുത്തത് എ പി ഈക്വൽ ടു 3 സെന്റിമീറ്റർ. Now how will you find OA? Correct, by Pythagoras theorem. ഇനി പൈതഗോറസ് തിയറം നിങ്ങൾക്ക് വേണേ ആ മെത്തേഡ് യൂസ് ചെയ്യാം. ഞാനിവിടെ മറ്റേ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പൈതഗോറസ് തിയറം യൂസ് ചെയ്ത ഒരു തെറ്റുമില്ല. ഫിഗറിൽ നിന്ന് ക്ലിയർ ആയിട്ട് പറയാം. നമ്മൾ എന്തായാലും ആ ഫോർമുല പഠിച്ചത് കൊണ്ട് നമുക്ക് അത് അങ്ങനെ ഉപയോഗിച്ച് പോകാം. എന്തായിരുന്നു ഫോർമുല? ഹാഫ് ദ ലെങ്ത് ഓഫ് കോഡ് സ്ക്വയർ ഈക്വൽ ടു റേഡിയസ് സ്ക്വയർ മൈനസ് പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു കോഡ് ദ ഹോൾ സ്ക്വയർ. ഈ ഫോർമുല പാടുള്ളവർക്ക് മറ്റേത് പോകാം. മറ്റേതായിരിക്കും മിക്കവാറും എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഹാഫ് ദ ലെങ്ത് ഓഫ് കോഡ് എന്ന് പറയുമ്പോൾ എന്താ? എ പി ആണല്ലോ. ഓക്കെ, റേഡിയസ് എന്ന് പറഞ്ഞ ഏതാ? ഒ എ. അടുത്തത് പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു കോഡ് എന്ന് പറഞ്ഞ ഏതാ? ഒ പി. എല്ലാം ഒന്ന് റീപ്ലേസ് ചെയ്യാം. സോ എ പി സ്ക്വയർ ഈക്വൽ ടു ഒ എ സ്ക്വയർ മൈനസ് ഒ പി സ്ക്വയർ. അടുത്ത റീപ്ലേസ് ചെയ്തോ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒ എ സ്ക്വയർ ആണ്. നമുക്ക് ആദ്യം റീഅറേഞ്ച് ചെയ്തെഴുതാം. സോ ഒ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? എ പി സ്ക്വയർ പ്ലസ് ഒ പി സ്ക്വയർ. കറക്റ്റ്. ഇനി ഓരോന്ന് റീപ്ലേസ് ചെയ്ത്. എ പി എത്രയാ? 3. അപ്പം 3 സ്ക്വയർ. ഒ പി എന്ന് പറയുന്നത് 1. അപ്പം 1 സ്ക്വയർ. സോ 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് കിട്ടും. ഇനി 1 സ്ക്വയർ എത്രയാ? 1. 3 സ്ക്വയർ എത്രയാ? 9. സോ 1 പ്ലസ് 9 എത്ര കിട്ടും? 10. അപ്പൊ നോക്കിയേ, ഒ എ സ്ക്വയർ 10 എന്ന് കിട്ടി. സോ ഒ എന്ന് പറയുന്നത് എത്രയാ? √10 സെന്റിമീറ്റർ. ഈ ഒ എ എന്താ? റേഡിയസ് ഓഫ് ദ സർക്കിളാണ്. അപ്പൊ നമുക്ക് √10 സെന്റിമീറ്റർ എന്ന് കിട്ടിയല്ലോ. കിട്ടി. ഇനി നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾ പൈതഗോറസ് തിയറം വെച്ച് നോക്കിയോ, ഇത് തന്നെ കിട്ടുമെന്ന് ചെക്ക് ചെയ്യുക. അടുത്ത എന്ത് പറയും? ഇപ്പൊ നമുക്ക് ഒ എ എന്ന് പറയുന്ന √10 കിട്ടി. അപ്പൊ നമുക്ക് അത് ആ ഫിഗറിലും കംപ്ലീറ്റ് ചെയ്ത് പോവാം. ഇപ്പൊ √10 കിട്ടി. സോ ഒ എ റേഡിയസ് ആണ്, അതുകൊണ്ട് ഒ സി എന്തായിരിക്കും? കറക്റ്റ്, √10 ആയിരിക്കും. റീസൺ എന്താ? റേഡിയസ്, ഒരു സർക്കിളിന്റെ റേഡിയസ് എല്ലാം സെയിം തന്നെയല്ലേ. സോ ഒ സി is also √10 സെന്റിമീറ്റർ. The reason is OA equal to OC, radius of the same circle. അപ്പൊ അതുവരെ കിട്ടി. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടേ? അപ്പൊ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത റൈറ്റ് ട്രയാങ്കിൾ ഏതായിരുന്നു? സി ക്യു. ഇപ്പം അതിൽ എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം? സിഒ അറിയാം, ക്യു അറിയാം. അപ്പൊ ഇനി സുഖമായിട്ട് കണ്ടുപിടിക്കാമല്ലോ. പറഞ്ഞോ. Now consider the right triangle COQ. Then yes, CO equal to √10 സെന്റിമീറ്റർ. അതേപോലെ OQ ഈക്വൽ ടു 2 സെന്റിമീറ്റർ. പിന്നെ നിങ്ങൾക്ക് വേണേ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഞാൻ പിന്നെ മറ്റേ ഫോർമുലനെ അപ്ലൈ ചെയ്യാം. സോ ഹാഫ് ദ ലെങ്ത് ഓഫ് കോഡ് സ്ക്വയർ ഈക്വൽ ടു
റേഡിയസ് സ്ക്വയർ മൈനസ് പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു കോഡ് ദ ഹോൾ സ്ക്വയർ. എന്താ ഹാഫ് ദ ലെങ്ത് ഓഫ് കോഡ് സ്ക്വയർ? ഹാഫ് ദ ലെങ്ത് ഓഫ് കോഡ്. കോഡ് ഏതാ? കോഡ് സി ഡി. ഹാഫ് ലെങ്ത് എന്ന് പറയുമ്പോൾ സി ക്യൂ. അപ്പൊ സി ക്യൂ സ്ക്വയർ ഈക്വൽ ടു റേഡിയസ് ഏതാ? എസ് സി ഒ സ്ക്വയർ മൈനസ് പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു കോഡ് ഏതാ? എസ് ഒ ക്യൂ. ഇവിടെ വരെ കിട്ടിയല്ലോ. ഇനി റീഅറേഞ്ച് ചെയ്തു. സോ √10 ദ ഹോൾ സ്ക്വയർ. ഒ ക്യൂവിന് പകരം 2 സ്ക്വയർ. ഈ √10 സ്ക്വയർ എത്രയാ? 10. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4. അപ്പൊ എന്ത് കിട്ടും? 6. സോ സി ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് 6 എന്ന് കിട്ടി. വാട്ട് വിൽ ബി സി ക്യൂ? സ്ക്വയർ റൂട്ട് ഓഫ് 6 സെന്റിമീറ്റർ കിട്ടിയില്ലേ? ഇനി സി ക്യൂ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് 6 സെന്റിമീറ്റർ എന്ന് കിട്ടിയത്. നമുക്ക് എന്താ വേണ്ട? എന്താ? സി ഡി ആണ് വേണ്ടത്. ഈ സി ഡിയുടെ പ്രത്യേകത എന്താ? 2 ടൈംസ് സി ക്യൂ അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, വിച്ച് ഇസ് ദ സി ക്യൂ ഇസ് ദ സെയിം ആസ് ക്യൂ ഡി. കാര്യം മനസ്സിലായല്ലോ? മനസ്സിലായി. സോ the reason is as the perpendicular from the center of a circle to a chord bisects the chord. Same reason ആണ്. Now what will be CD? Correct. CQ plus QD, that is √6 plus √6, that is equal to 2 times √6 centimeter. അപ്പൊ കിട്ടിയില്ലേ സി ഡി? നമ്മൾ ആൻസർ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്ന പോലെ തന്നെ ആൻസർ എഴുതണം. കാരണം സി ഡി എ ബി എന്നൊക്കെ നമ്മൾ എടുത്ത പേരുകളാണ്. ഇപ്പൊ ചോദ്യം നോക്കിയേ. So the length of a chord 2 centimeter away from the center is equal to 2 √6 centimeter, and this is the answer. Let's do the next question. In a circle of radius 5 centimeter, two parallel chords of length 6 and 8 centimeter are drawn on either side of a diameter. First question, what is the distance between them? Second question, if the parallel chords of these lengths are drawn on the same side of a diameter, what would be the distance between them? So carefully go through the question once again. Try to draw a figure and then tell me what you have understood. Okay. ചോദ്യം നോക്കിയേ. In a circle of radius 5 centimeter. അപ്പം നമുക്ക് വരയ്ക്കേണ്ട സർക്കിളിന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ ആണ്. 2 parallel chords of length 6 and 8 centimeter. അതിനുള്ളിൽ എന്താ വരച്ചിരിക്കുന്നത്? 2 parallel chords. ഓരോന്നിന്റെ ലെങ്ത് 6 and 8 centimeter ആണ്. Drawn on either side of a diameter. എങ്ങനെയാ വരച്ചിരിക്കുന്നത്? ഡയമീറ്ററിന്റെ രണ്ട് വശത്തുമായിട്ട് വരുന്ന രീതിയിലാണ് കോഡ്സ് വരച്ചിരിക്കുന്നത്. കിട്ടിയല്ലോ? അപ്പൊ ഈ ഒരു ഐഡിയ വെച്ച് ഒരു ഫിഗർ വരച്ച് ആദ്യം നിങ്ങൾ സർക്കിൾ വരയ്ക്കും. ദെൻ ഇതൊരു കോഡാന്ന് വിചാരിക്കുക. അപ്പൊ മറ്റേ കോഡ് ഇവിടെ ആയിരിക്കുമല്ലോ. ആയിരിക്കും. നമുക്ക് സെന്റർ ആദ്യം തന്നെ സെന്ററിനെ കയറി നിങ്ങൾ വരയ്ക്കുമ്പോൾ തന്നെ ആ ഒരു പോയിന്റ് കിട്ടുമല്ലോ. അതിനെ കയറി എന്ത് വിളിച്ചോണം? ഓന്നങ്ങ് വിളിച്ചേക്കുക. അപ്പം ഡയമീറ്റർ പോകുന്ന ഏത് കൂടിയാ? ഈ ഓയിൽ കൂടിയാ. അപ്പം നമ്മളൊരു വെർട്ടിക്കൽ ആയിട്ടാണ് മേളയും താഴേക്കാണ് ഡയമീറ്റർ വരച്ച് വിചാരിക്കുക, സെന്ററിൽ കൂടെ കടന്നു പോകുന്ന രീതിയിൽ. അപ്പം നമ്മുടെ രണ്ട് പാരലൽ കോഡ്സ് എവിടെ ആയിരിക്കും? ഒന്ന് ഡയമീറ്ററിന്റെ ലെഫ്റ്റ് സൈഡിലും മറ്റേ റൈറ്റ് സൈഡിലും ആയിരിക്കും. ഇനി ഇതിൽ ഒരെണ്ണത്തിന് 8 സെന്റിമീറ്റർ എന്നും ഒരെണ്ണത്തിന് 6 സെന്റിമീറ്റർ എന്നും പേര് കൊടുക്കുക. പേരല്ല, വാല്യൂ മെഷർമെന്റ് എഴുതുക. 8 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. നമുക്കിനി ചെയ്യുന്ന പോലെ പേര് കൊടുക്കാം. ഈ കോഡിന് എ ബി എന്ന് കൊടുക്കാം, ഈ കോഡിന് സി ഡി എന്ന് കൊടുക്കാം. പിന്നെ ഇത്രയാണല്ലോ ഫിഗറിനകത്തൊന്നും പറയാൻ പറ്റുന്നത്. പിന്നെ സെന്ററിൽ നമ്മൾ ഈ രണ്ട് കോഡിലേക്കും 2 പെർപെൻഡിക്കുലർ കൂടെ വരച്ചിട്ടുണ്ട്. ഇത് കോഡിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ ഇവിടെ ക്യൂ എന്ന് വിളിക്കാം, ഈ പോയിന്റിനെ പി എന്ന് വിളിക്കാം. ഇത്രയാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം കണ്ടോ? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം? ഇത് ആര് തമ്മിൽ ഡിസ്റ്റൻസ് ചോദിക്കുന്നത്? ഈ രണ്ട് കോഡ്സുകൾ, പാരലൽ കോഡ്സ് തമ്മിൽ ഡിസ്റ്റൻസാണ് ചോദിക്കുന്നത്. നമുക്ക് ആദ്യം ഒന്നാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്തിട്ട് രണ്ടാമത്തിലേക്ക് വരാം. എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ എവിടെ തുടങ്ങും? ആദ്യം നമുക്ക് ഉള്ള കാര്യങ്ങൾ എഴുതി തുടങ്ങാം. സോ ഇൻ ദ ഫിഗർ O is the center of circle. പിന്നെ AB and CD are two parallel chords with length പറഞ്ഞേ. AB equal to 6 centimeter and CD equal to 8 centimeter. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടി. ഇനി എന്താ? ഇനി എന്തും കൂടെ നമുക്ക് അറിയാം. റേഡിയസ് ഓഫ് ദ സർക്കിൾ അറിയാം അല്ലേ?
എത്രയാ അത്? 5 സെന്റിമീറ്റർ. ഇത്രയും അല്ലേ അറിയാവുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു? ഫിഗറിൽ നോക്കി എന്താ കണ്ടുപിടിക്കേണ്ടത് പറഞ്ഞേ? നമുക്കറിയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ കോഡ്സാ കണ്ടുപിടിക്കേണ്ടത്. ഫിഗറിൽ നോക്കി എന്ത് കണ്ടുപിടിച്ചാൽ മതി എന്ന് പറ. യെസ്, പി ക്യൂ കണ്ടുപിടിച്ചാൽ പോരെ? അതിനാണ് നമ്മൾ സെന്ററിൽ നിന്ന് ഈ 2 കോഡ്സിലേക്കും ഡിസ്റ്റൻസ് വരച്ചത്. കിട്ടിയോ? സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോഡ്സ്, ദാറ്റ് ഈസ് പി ക്യൂ. ഓക്കെ, അപ്പൊ പി ക്യൂ കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ഇനിയുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ഈ സെന്ററിൽ നിന്ന് ഇങ്ങനെ ഡിസ്റ്റൻസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന റിസൾട്ട് എന്താ? ഈ വരച്ച ലൈൻ, ഫോർ എക്സാമ്പിൾ ഒ ക്യൂ വരച്ചിരിക്കുന്ന അങ്ങോട്ടാ, സി ഡിയിലേക്ക്. അപ്പം പ്രത്യേകത എന്താ? അവിടെ എന്ത് സംഭവിക്കും? യെസ്, ദ ലൈൻ ഒ ക്യൂ വിൽ ബൈസെക്ട് സി ഡി. ഇപ്പൊ എന്ത് പറയാം നിങ്ങൾക്ക്? ആസ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ബൈസെക്ട്സ് ദ കോഡ്. 2 കേസ് ഉണ്ട്. ആദ്യത്തെ കേസിൽ പറഞ്ഞേ, ഒ പിയുടെ കേസിൽ പറഞ്ഞു ഒ പി എ ബിനെ ബൈസെക്ട് ചെയ്യുന്നു, അതുകൊണ്ട് യെസ്, എ പി ഈക്വൽ ടു ബി പി ഈക്വൽ ടു 3 സെന്റിമീറ്റർ. കിട്ടിയോ? അതേപോലെ അടുത്ത പറഞ്ഞേ, സി ക്യു ഈക്വൽ ടു ക്യു ഡി ഈക്വൽ ടു, ഇവിടെ 3 ആണോ? അല്ല, 8ന്റെ പകുതി, അതായത് 4 സെന്റിമീറ്റർ. കിട്ടിയോ? അപ്പൊ എ ബിയുടെ നേരെ ഹാഫ് ആണ് എ പിയും പി വിയും, സി ഡിയുടെ നേരെ ഹാഫ് ആണ് സി ക്യൂയും ക്യു ഡിയും. ഇവിടം വരെ കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സെന്ററുമായിട്ട് ഈ 2 കോഡിന്റെ എൻഡ്സ് ജോയിൻ ചെയ്യുന്നു. നമ്മൾ എങ്ങനെയാണോ പഴയ കണക്കിൽ പോയത് അങ്ങനെ തന്നെ. കാരണം എന്തുകൊണ്ടാന്ന് പറയാമോ? പി ക്യൂ നമുക്കറിയത്തില്ല. ഈ പി ക്യൂ എങ്ങനെ ഉണ്ടായേ? പി ക്യൂ എന്ന് പറഞ്ഞാൽ പി ഒയും ഒ ക്യൂ അല്ലേ? സോ നമുക്ക് പി ഒയും ഒ ക്യൂയും സെപ്പറേറ്റ്ലി കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഇനി അതിലേക്ക് എങ്ങനെ എത്തും? അതിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ റൈറ്റ് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുന്നത്. കാര്യം മനസ്സിലായല്ലോ? ഇപ്പം പോകേണ്ട രീതി മനസ്സിലായല്ലോ? കഴിഞ്ഞ കണക്ക് പോലെ തന്നെ നമ്മൾ കോഡ്സിന്റെ എൻഡുമായിട്ട് സെന്ററിനെ കണക്ട് ചെയ്യുന്നു, ട്രയാങ്കിൾസ് കിട്ടുന്നു, ബാക്കി നിങ്ങൾ തന്നെ പറഞ്ഞുതരിക. ഓക്കെ, അപ്പൊ ഇവിടെ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഫിഗറിൽ എന്തെങ്കിലും കൂടിയൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുമോ? നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാ? ഒ പി ഒ ക്യൂ. ഓക്കെ, അപ്പൊ ഒ പി ഒ ക്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പി ക്യൂ കിട്ടും. കറക്റ്റ്. ഇനി ഒ പി കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എങ്ങനെയായിരിക്കും പോകുന്നത്? അതിനു മുമ്പ് ഈ 2 ട്രയാങ്കിൾസ് റൈറ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് 90 ഡിഗ്രി മെഷർമെന്റ് അവിടെ എഴുതാം. അപ്പൊ ഈ 2 ട്രയാങ്കിൾസ് എന്തായി? റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. ഇനി പറഞ്ഞേ, വേറെ എന്തെങ്കിലും അറിയാവോ ഈ ഫിഗറില്? ഞാൻ ഉദ്ദേശിച്ച ഒ എ ഒ സി, അത് അങ്ങനെ എന്തെങ്കിലും അറിയാമോ? ഒ എ ഒ സി എന്താ? സർക്കിളിന്റെ റേഡിയസ്. അത് എത്രയാന്ന് വല്ലതും അറിയാമോ? 5 സെന്റിമീറ്റർ എന്ന് അറിയാം. സോ അതും കൂടെ നമുക്ക് ആ ഫിഗറിൽ അങ്ങ് മാർക്ക് ചെയ്തേക്കാം. അപ്പൊ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും മുന്നോട്ട് പോകാൻ. ഇതും 5 ആണ്, ഇതും 5 ആണ്. ഇനി നിങ്ങൾ ഏത് ട്രയാങ്കിൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകും? ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം ആദ്യം. സോ ഞാൻ ആദ്യം എ പി ഒ എടുക്കുക. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് പറഞ്ഞു. എ പി എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ, എ ഒ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. എന്താ കണ്ടുപിടിക്കണ്ടേ? യെസ്, പി ഒ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? either you can use പൈതഗോറസ് തിയറം, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഫോർമുല യൂസ് ചെയ്യാം. എന്തെടുത്താലും കറക്റ്റ് ആണ്, കൃത്യമായിട്ട് ആൻസർ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. So here also I am using the formula half the length of chord the whole square equal to radius square minus perpendicular from the center to the chord the whole square. ഈ ഓരോന്നായിട്ട് പറഞ്ഞേ. half the length of chord എന്ന് പറയുമ്പോൾ AP, so AP square. radius എന്ന് പറയുമ്പോൾ AO, അപ്പം AO square. perpendicular from center to chord. triangle APO നല്ലോണം നോക്കിയിട്ട് പറയണം ഏതാത്. യെസ്, PO square. ഇത് കിട്ടിയല്ലോ. ഇനി എന്താ ചെയ്യണ്ടേ? ഏതാ വേണ്ട ഇതില്? PO square വേണം. ഇനി നമുക്ക് അറിയാവുന്ന ഓരോന്നായിട്ട് റീപ്ലേസ് ചെയ്യാം. AP 3 ആയതുകൊണ്ട് 3 square. AOയോ? യെസ്, 5 ആയതുകൊണ്ട് 5 square. PO അറിയാമോ? ഇല്ല. സോ മൈനസ് PO square. അടുത്ത സ്റ്റെപ്പ് എന്താ? PO square equal to യെസ് 5 square minus 3 square. That is correct. 25 minus 9. That is 16. So PO square 16 ആണെങ്കിൽ PO എത്രയായിരിക്കും? Square root of 16. That is 4 centimeter. അല്ലേ? അപ്പൊ PO നിങ്ങൾക്ക് കിട്ടി. PO 4 centimeter ആണ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ OP കിട്ടി. OP എന്ന് പറയുന്ന 4 centimeter കിട്ടിയിട്ടുണ്ട്. അടുത്തിന് എന്താ കണ്ടുപിടിക്കണ്ടേ? OQ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യും?
യെസ്, നമുക്ക് അടുത്ത റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. സോ കൺസിഡർ ദ റൈറ്റ് ട്രയാങ്കിൾ OQC. എന്തൊക്കെ അറിയാം നമുക്ക് എഴുതിക്കേ. OC ഈക്വൽ ടു 5 സെന്റിമീറ്റർ. അടുത്തത് CQ ഈക്വൽ ടു 4 സെന്റിമീറ്റർ. We need to find OQ. So again by the formula, half the length of chord the whole square equal to radius square minus perpendicular from the center to chord the whole square. ഓരോന്ന് റീപ്ലേസ് ചെയ്യാം. ഹാഫ് ദ ലെങ്ത് ഓഫ് കോഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ CQ സ്ക്വയർ is equal to റേഡിയസ് എത്രയാ OC. സോ OC സ്ക്വയർ. അടുത്തത് പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു കോഡ് എന്ന് പറയുമ്പോൾ OQ സ്ക്വയർ. ഇനി ഓരോന്ന് റീപ്ലേസ് ചെയ്തേ. CQ square is 4 square is equal to OC square is 5 square minus OQ square. അല്ലേ? So what is OQ square then? Correct. 5 square minus 4 square. That is 25 minus 16. That is 9. So OQ will be correct square root of 9 and that is 3. So we got OQ as 3 centimeter. അതും കൂടെ നമുക്ക് ഫിഗറിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം. Now can you tell me the answer for the first question? That is the distance between two parallel chords is that is PQ, isn't it? And what is PQ? PO or OP plus OQ, isn't it? Now we can replace OP with 4 and OQ with 3. So we will get 7 centimeter. So the distance between two parallel chords is 7 centimeter. And what about the next question? അടുത്ത ചോദ്യം നോക്കിയേ. If the parallel chords of these lengths are drawn on the same side of a diameter, what would be the distance between them? എന്താ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ? നമ്മളിപ്പോൾ ഈ വരച്ച രണ്ട് പാരലൽ കോഡ്സ് എങ്ങനെ വരച്ച? ഡയമീറ്ററിന്റെ രണ്ട് വശത്തായിട്ടാണ് വരച്ച. ഈ രണ്ട് പാരലൽ കോഡ്സും ഇതേ ലെങ്തിൽ, ഈ 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഈ രണ്ട് പാരലൽ കോഡ്സും ഡയമീറ്ററിന്റെ ഒരേ വശത്ത് ആർ ഡ്രോൺ ഓൺ ദ സെയിം സൈഡ് ഓഫ് എ ഡയമീറ്റർ. ഡയമീറ്ററിന്റെ ഒരേ വശത്ത് വരച്ചാൽ എന്തായിരിക്കും അവർ തമ്മിൽ ഡിസ്റ്റൻസ്? നിങ്ങൾക്ക് ജസ്റ്റ് ആ ഫിഗർ ഒന്ന് റഫ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ ആയിരിക്കും? ഇതാണ് നിങ്ങളുടെ സർക്കിൾ എന്ന് വിചാരിക്കുക. ഇതാണ് നിങ്ങളുടെ സെന്റർ. ഇപ്പം ആദ്യം വരച്ച പോലെ ഇത് നമ്മുടെ 8 സെന്റിമീറ്റർ ഉള്ള കോഡ്, ഇത് നമ്മുടെ 6 സെന്റിമീറ്റർ ഉള്ള കോഡ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും? നല്ലോണം ആലോചിച്ച് നോക്കിയാൽ കിട്ടും. നോക്കിയേ, സെന്ററിൽ നിന്ന് 6 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? ഫിഗർ നോക്കിക്കേ. സെന്ററിൽ നിന്ന് 6 സെന്റിമീറ്റർ കോഡ്, അതായത് AB യിലേക്കുള്ള ഡിസ്റ്റൻസ് 4 അല്ലേ? സോ സെന്ററിൽ നിന്ന് ഇവിടം വരെ 4 സെന്റിമീറ്റർ. ഇനി സെന്ററിൽ നിന്ന് 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള കോഡിലേക്കോ? ഈ ഹൈറ്റ്, ഈ ലെങ്ത് ഇതെത്രയാ? 3 സെന്റിമീറ്റർ. സോ എന്തായിരിക്കും ഇവരുടെ ഇടയ്ക്കുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? 4 - 3 ആയിരിക്കും അല്ലേ? സെന്ററിൽ നിന്ന് 6 സെന്റിമീറ്റർ ഉള്ള കോഡിലേക്കുള്ള നീളം ഒരു ദൂരം മൈനസ് സെന്ററിൽ നിന്ന് 8 സെന്റിമീറ്റർ നീളമുള്ള കോഡിലേക്കുള്ള ദൂരം, അതായിരിക്കുമല്ലോ. സോ if the chords are on the same side of the diameter, then the distance between them will be 4 - 3, that is equal to 1 centimeter. സോ നിങ്ങൾ ഒന്നുകൂടെ ആ ഫിഗർ ഇതേ ഫോർമാറ്റിൽ വരുന്ന ഈ ഒരു ചോദ്യത്തിന് ചേരുന്ന പോലെ ഫിഗർ വരയ്ക്കണം, എന്നിട്ട് ചെക്ക് ചെയ്യണം. ഇത് തന്നെയാണ് സംഭവം, ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താലും 1 സെന്റിമീറ്റർ തന്നെ കിട്ടും. സോ ദിസ് ഇസ് ദ ആൻസർ.